ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യ സുഹൃത്ത് ഉസ്താദ് അൽ ഹാഫിദ് ജാബിർ മന്നാനി തിരുവനന്തപുരം അവർകൾ, പ്രിയ സ്നേഹിതൻ ഉസ്താദ് അബ്ദുൽ നാസർ ഫൈസി അവർകൾ അടക്കമുള്ള പ്രിയമുള്ള സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സുഹൃത്തുക്കൾ, ബഹുമാന്യനായ അന്തർപ്പാപ്പ മഹാനവറുകൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ അകത്ത് ഇങ്ങനെ ഒരു മദ്ഹ് പരിപാടി വെച്ചതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സർവശക്തൻ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ അവന്റെ അനുഗ്രഹീത സുഖലോക സ്വർഗത്തിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. സുദീർഘമായ ആമുഖങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി. എന്നാൽ കഴിയുന്ന രീതിയിൽ അല്പം ചില കാര്യങ്ങൾ പറയാ, ദുആ ചെയ്ത് പിരിയ, അതാണ് ഉദ്ദേശിക്കുന്നത്. സർവശക്തൻ നമ്മുടെ മജ്ലിസ് കബൂലുള്ള മജ്ലിസാക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യർക്ക് വഴികാട്ടി വേണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ലിക്കുല്ലി ഖൗമിൻ ഹാദ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഴികാട്ടി കടന്നു പോവാത്തൊരു സമൂഹവും ഇവിടെ ഉണ്ടായിട്ടില്ല. വഴികാട്ടികളായ അമ്പിയാക്കൾ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം പേര് പരിമിതപ്പെട്ട പ്രദേശങ്ങളിൽ അവരുടെ ദൗത്യവുമായി വ്യാപൃതരായിരുന്നു. ചെറിയ ആളുകളൊന്നുമല്ല. മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. അതേ കാലഘട്ടത്തിൽ സമാന്തരമായി തന്നെ പ്രബോധനത്തിന്റെ ദൗത്യവുമായി മറ്റു പല നബിമാരും പരിമിതപ്പെട്ട പ്രദേശങ്ങളിൽ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരുടെ പ്രബോധനത്തെ അവരുടെ ആയുസ്സിന്റെ ഒടുക്കം വരെ, അല്ലെങ്കിൽ അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തെ അടുത്ത ആളുടെ നിയോഗം വരെ നിശ്ചയിക്കപ്പെട്ട ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് പരിമിതമായ കാലം വരെ പ്രബോധനം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു യുഗത്തിൽ മാത്രം പരിമിതപ്പെട്ട പോലെ, ഇങ്ങനെയെല്ലാം മറ്റു നബിമാരുടെ പ്രബോധനത്തെ കുറിച്ച് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ സമർത്ഥിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസാധാരണ പ്രവാചകനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് പുലമ്പുന്നവനോട് പറയുന്നത് സാധാരണ നബി പോലുമല്ല എന്ന. കാരണം സാധാരണ നബിമാരുടെ കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞു. സാധാരണ നബി പോലുമല്ല, സാധാരണ റസൂൽ പോലുമല്ല, അസാധാരണമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് പോലും അള്ളാഹു അവിടത്തേക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ച പേരായിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ തുഹ്ഫയുടെ മുഖദ്ദിമയില് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ശിർവാനി വ്യാഖ്യാനിക്കുന്നു, അഹ്ലു കിതാബ് മനസ്സിലാക്കി വെച്ചു ആ പേര് ഉള്ളതൊരു പ്രവാചകനെ ആയിരിക്കും. അങ്ങനെ അവർക്ക് ജനിച്ച കുട്ടികൾക്കൊക്കെ സമ്മൗ ബിഹാദ, മുഹമ്മദ് എന്ന പേര് വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏകദേശം 15 നഫ്സൻ 15 ശരീരങ്ങൾക്കാണ് പേര് വെച്ചത്. വല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലത, അല്ലാഹുക്കറിയാം ആരാണ് ഈ പേരിന് അർഹൻ എന്ന്. ആ 15 കുട്ടികളും മരിച്ചുപോയെന്നാണ്. അവരെ കുറിച്ച് ചരിത്രത്തിൽ ഒരു ചർച്ച തന്നെ കാണുന്നില്ല. അസാധാരണമാണ് ആ പേര്, ആ വ്യക്തിത്വം. ആ പേര് പറയാത്ത ഇടം എവിടെ? ആ പേര് തന്നെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മഹാസംഗമ കേന്ദ്രമാണ് ആ പേര്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര പേരുകളാ ഉള്ളത്? തുഹ്ഫയുടെ മുഖദ്ദിമ തന്നെ ശർവാനി പറയുന്നുണ്ട്, 1000 പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്.
ഓരോ പേരിനും അവിടുത്തെ നിയോഗത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളാ. ഇക്കിരി കൃഷ്ണൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരന്റെ വാക്കുകളും വരികളും ഓർക്കാം. പൂവിൽ പതിഞ്ഞ തെൻകണമോ മുഹമ്മദ് മുസ്തഫ, പാലിൽ പതിച്ച കൽക്കണ്ടമോ മുഹമ്മദ് മുസ്തഫ, പൊന്നിൽ പതിച്ച മാണിക്യമോ മുഹമ്മദ് മുസ്തഫ. അദ്ദേഹത്തിന്റെ അല്ലമീൻ എന്ന കവിതാ സമാഹാരത്തിന്റെ സമാരംഭം തന്നെ മനോഹാരിതയുടെ ഒരു കുങ്കുമച്ചെപ്പ് തുറന്നുകൊണ്ടാണ്. പാടുക പാടുക സാരദ സാരികെ പാടല താരി നീമ്പമോടെ, പാടുക പാടുക സാരദ സാരികെ പാടല താരി നീമ്പമോടെ, പാരിയുടെ അല്ലമീൻ എന്നൊരു പേരിനു, പാരിയുടെ അല്ലമീൻ എന്നൊരു പേരിനു ആരാണർഹൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ. ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വരുന്ന അക്ഷരത്തിന്റെ നാദത്തിനും താളക്രമീകരണത്തിനും അതിൻ്റെതായൊരു സൗന്ദര്യം. മുഹമ്മദ് മുസ്തഫ. വശ്യമനോഹരമായ ഉച്ചാരണ സൗകുമാര്യത, വാചാർഥ്യ അവിസ്മരണീയമാക്കുന്ന ഒരു വ്യംഗ്യാർത്ഥം, വല്ലാത്ത ഒരു മുഴക്കം പോലെ മുഹമ്മദ് മുസ്തഫ. അനാദിയായ വിദൂരതയിൽ നിന്നും പുറപ്പെടുന്ന ഒരു മകാരം പതുക്കെ പതുക്കെ ചെവിയിലേക്ക്, ചെവിയിൽ നിന്നും ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ സായോജ്യമണിയുന്ന മുഹമ്മദ് മുസ്തഫ. എത്ര മനോഹരം, എത്ര മനോഹരം. ശ്രവണസുന്ദരമായ ശാബ്ദിക മിശ്രണത്തിന്റെ 3 മീമുകൾ സംഗമിക്കുന്ന അപൂർവ നാമം നമാസോമേ किलिम में मोर अर्श पर हर जा, खुदा ने नाम तेरा नाम से अपना मिलाया है सल्लल्लाहु. മനുഷ്യ ജീവിതത്തിൽ അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒരക്ഷരമാ മീം. അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖൻ, പ്രധാനി, മഹാന്മാരായ ഖുത്താബിങ്ങളുടെ തലവൻ ഓത്തിന് കൊണ്ടുപോയി ചേർക്കുകയാണ്. ചെറുപ്പത്തിലെ ഖുത്ബായിരുന്നല്ലോ അഹ്മദുൽ കബീർ റിഫാഇ. ചെറുപ്പത്തിൽ ഖുത്ബായ മഹാന്മാരായ അമ്പിയാക്കളുണ്ടെന്ന് ഖുർആൻ. ചെറുപ്പത്തിൽ ഖുത്ബായിട്ട് വന്ന ഔലിയാക്കളുണ്ടെന്ന് ചരിത്രം. വകദാലിക നുരീ വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ൽ വകുന്നാ ബിഹി ആലിമീൻ. തെറ്റി ഉസ്താദേ? ഇല്ലല്ലോ. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് നാം റുശ്ദ് കൊടുത്തു. മിൻ ഖബ്ൽ, റുശ്ദ് കിട്ടേണ്ട 40 മുമ്പേ. അതുപോലെ എത്ര നബിമാർ. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, തൗറാത്ത് എടുത്തു വെച്ചുകൊണ്ട് വഅദ് പറയാൻ യഹ്യ നബിയോട് അല്ലാഹു പറയുമ്പോ അന്ന് യഹ്യ നബിയുടെ വയസ്സ് 2. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു മഹാനവറുകൾക്ക് അല്ലാഹു നുബുവത്തിന്റെ പക്വത കൊടുത്തു. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തി അന്ന് വയസ്സ് 3. ബാവാമുദുവിന്ന് കുത്തുബായി വന്നോർ ബാനം മദീനയിലും കേളി മികച്ചോവർ ഇരുന്നേയിരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. അല്ലാ തിരുപേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ
അരുൾ ചെയ്ത ഭേദാമ്. ചെറുപ്പത്തിലെ റമദാനിൽ പകല് പാല് കുടിച്ചില്ല ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു. മാസപ്പിറവിയുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടി ഈ കുഞ്ഞുമോൻ പാല് കുടിച്ചോ എന്നറിയാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പണ്ഡിത ശ്രേഷ്ഠര കുടുംബത്തിൽ സമീപിച്ചെന്നാണ്. കുഞ്ഞിലെ അള്ളാഹു കൊടുക്കുന്ന വലിയ വിവേകത്തിൽ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഓതാൻ പോയിരിക്ക. ഉസ്താദ് ചോദിച്ചു, മോനെ നിന്റെ പേരെന്ത്? ആ മോൻ പറഞ്ഞു, എന്റെ പേര് അഹദിൽ മീമ് കടന്നതാ. അഹദായ അള്ളാഹുവിൽ നിന്നും അവന്റെ സൃഷ്ടികളിലേക്ക് ഒരു മീമിന്റെ പാലം വെച്ചു കൊടുക്കാൻ വന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ശ്രേഷ്ഠരെ നബി മുഹമ്മദ് മുസ്തഫ, അങ്ങയില്ലെങ്കിൽ ഒന്നുമില്ല നബിയേ. സർവലോക സൃഷ്ടികൾക്കും കാരണക്കാരനെന്ന് പറയാൻ ഖാലിഖായ തമ്പുരാന്റെ ഖൽഖ് അല്ലെങ്കിൽ മഖ്ലൂഖിന് നിദാനം നബി മുഹമ്മദ് മുസ്തഫ. ഒരു മീമിന്റെ ബന്ധം, വല്ലാത്ത ബന്ധം. ആ മീം ഇവിടെയുണ്ട്, അതിൽ മതമില്ല. ആ മീമിന്റെ ബന്ധത്തിൽ മതമില്ല. ആ മീമിന്റെ ബന്ധത്തിൽ മനുഷ്യൻ എന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ തർബിയത്ത് വ്യാപിച്ചു കിടക്കുന്നോടത്ത് മുസ്ലിമല്ലാത്തവരുമുണ്ട്. അള്ളാഹുവിന്റെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചത് മുസ്ലിമായാലും അല്ലേലും അത് ദഹിക്കുന്ന ദഹന പ്രക്രിയ ഒരുപോലെയെങ്കിൽ അത് അള്ളാഹുവിന്റെ തർബിയത്താ. വിവാഹം കഴിഞ്ഞാൽ മക്കളുണ്ടാവാ എന്നത് അള്ളാനെ വഴിപ്പെട്ടാലും ഇല്ലേലും മതഭേദമന്യേ ആ തർബിയത്ത് ഉണ്ടെങ്കിൽ വിവാഹശേഷം മക്കളുണ്ടാകുന്നത് മുസ്ലിമിനുമല്ലാത്തവനും ഒരുപോലെയെങ്കിൽ അത് അള്ളാന്റെ തർബിയത്താ. അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് അവതരിപ്പിച്ച അവന്റെ കാരുണ്യത്തിന്റെ ഇടപെടലിന്റെ ഏറ്റവും മനോഹരമായ പാലമാണ് അഹദിലെ ആമീം അഹ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ-ആലമീൻ അല്ലാഹു റബ്ബാണ് എങ്കിൽ അല്ലാഹു എവിടെയെല്ലാം റബ്ബാണോ അവിടെയെല്ലാം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു. അല്ലാഹു റബ്ബായോടത്ത് മുഴുവൻ അവിടുന്ന് റഹ്മത്താണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കഞ്ഞിയും ചോറൊന്നും തരണ്ട, സ്വലാത്ത് മാത്രം തന്നാ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനെന്നോടത്ത് എവിടെ അവതരിപ്പിച്ചാലും മനുഷ്യനെന്ന് പറയാൻ ഏത് ഭാഷ എടുത്താലും മനുഷ്യനെ അവതരിപ്പിച്ച ഭാഷയുടെ ഓരോ പദപര്യായങ്ങളിലും മീമില്ലാത്ത ഒരു പദം കാണാൻ കഴിയില്ല. കാരണം മീമിന്റെ ബന്ധം എങ്ങനെയാ? അഹദിൽ മീമ് കടന്നെന്ന് വെറുതെ പറഞ്ഞതല്ല കുട്ടി. അഖ്താബിങ്ങളുടെ നേതാവാ പറഞ്ഞത്. മനുഷ്യൻ എവിടെ? മലയാളത്തിൽ മനുഷ്യൻ. അറബിയിലേക്ക് വരുമ്പോൾ മീമുണ്ട്. ഹിന്ദിയില് ആത്മീ, ഉറുദുലും ആത്മീ, തമിഴിലേക്ക് പോയാൽ മനിതൻ, സംസ്കൃതം മർത്യൻ, ഇംഗ്ലീഷില് മാൻ. അടിസ്ഥാനപരമായി ഒരു പൈതൃകം കാണാത്ത ഭാഷയിൽ പോലും മാൻ. മനുഷ്യൻ എവിടെയും മനുഷ്യകുലത്തിന്റെ പിതൃത്വത്തിലേക്കുള്ള ശാശ്വതമായ സൂചന മീം കടന്ന മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് 4 പിതൃത്വമുണ്ടെന്നാ പറയാം. ഒന്നാമത്തെ പിതൃത്വം ജസദിന്റെ പിതാവ് അബുൽ ബസ്ർ ആദം അലൈഹിസ്സലാം. ആ പിതൃത്വം ഇവിടെ ഖിയാമത്തോടെ അല്ലെങ്കിൽ മരണത്തോടെ തീരുകയാണ്.
വിറ്റുപോകുന്ന മറ്റൊരു പിതൃത്വമുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ മില്ലത്തിന്റെ പിതാവാണ്. മൂന്നാമത്തെ പിതൃത്വം ദുനിയാവിലെ നമ്മുടെ മേൽവിലാസത്തിന്റെ കൂടെ നമുക്ക് കാരണക്കാരനായ ജന്മം തന്ന പിതാവിന്റെ പിതൃത്വം. എല്ലാം റുഫിഅത്തുൽ അഖ്ലാം, മരണത്തോടുകൂടെ തീരാ. പിന്നെ നഫ്സി നഫ്സിയാ, അങ്ങനെ പറ്റൂല മറ്റേ പിതാവിന്. എന്നാൽ റൂഹിന്റെ പിതാവ് നബി മുഹമ്മദ് മുസ്തഫ. ശരീരം മണ്ണോട് ചേരുന്നു, മണ്ണിൽ ലയിക്കുന്നു. ശരീരത്തിന് അവസാനമുണ്ട്, മണ്ണായി തീരേണ്ടതാ. ആദർശമെന്ന് പറയുന്നത് ഹിസാബ് വരെ, അതും അവിടെ തീരുകയാണ്. ജന്മം തന്ന പിതാവ്, അതും മരണം വരെ, ദുനിയാവിന്റെ പരിമിതമായ പീരീഡ് വരെ. എന്നാൽ മനുഷ്യന്റെ ജീവിതം സഞ്ചരിച്ചു തുടങ്ങിയത് ആലമുൽ അർവാഹ് മുതലാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന മനുഷ്യ ജീവിതത്തിന്റെ സഞ്ചാരം റൂഹുകളുടെ ലോകത്ത് നിന്നും റൂഹിന്റെ രൂപത്തിൽ വന്നു. ഭൂമിയിൽ അത് നിലനിൽക്കണമെങ്കിൽ പാവലും പയറും നട്ടുപിടിപ്പിക്കുമ്പോൾ കമ്പ് കുത്തി കൊടുക്കുന്ന പോലെ ഒരു ശരീരത്തിന്റെ കോലത്തിലേക്ക് റൂഹ് കയറണം. അതിന് തൽക്കാലം ഒരു മേൽവിലാസം വേണം. ആ കോലത്തിലേക്കായി കഴിഞ്ഞാൽ ഇവിടെ വഴിപാടിന്റെ തത്വങ്ങൾക്ക് മില്ലത്തെന്നും ശുറ എന്നും പറയും. അതെല്ലാം ദുനിയാവിന്റെ ശാശ്വതമല്ലാത്ത കാലമാണ്. നശ്വരകാലം കഴിഞ്ഞാൽ ഖബറിന്റെ അകത്തേക്കും പോകേണ്ട ശരീരത്തോടൊപ്പം പിന്നെയും ചേർക്കപ്പെടുന്നത് റൂഹാ. ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്കും പോകാൻ അന്ന് ആലമുൽ അർവാഹിൽ തുടങ്ങി ഭൂമിയിലൂടെ കഴിഞ്ഞ് ആഖിറത്തിലേക്ക് പോകുന്ന 3 ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന എന്റെ റൂഹേ, നിങ്ങളുടെ റൂഹേ, സർവരുടെയും റൂഹേ, ഇതിന് നശിക്കാത്ത ഒരു പിതൃത്വം വേണം. റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവിനാ സുജൂദിൽ കിടന്നുകൊണ്ട് അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഖ്ലനാ ഇല്ലാ അയാ سيدي خير النبي الله لا إله إلا الله لا إله إلا الله لا إله إلا الله. വാപ്പ പറയാത്തത് പറയാൻ ഈ വാപ്പയുണ്ട്, ഉമ്മ പറയാത്തത് പറയാൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നീഹി. എല്ലാവർക്കും അവരവരുടെ കാര്യം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നോട് അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കഥീർ പറയുന്നുണ്ട്. സുദീർഘമായ ഒരു ചർച്ച. തനിക്കട്ടിച്ചെമ്പിന്റെ തറ വെട്ടിപ്പഴുക്കുമ്പോ ചെരുപ്പില്ലാത്തവൻ അവിടെ കിടന്ന് തുള്ളിക്കളിക്കുമ്പോ എങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടെ ഉമ്മയുടെ മുന്നിൽ ചെന്നിട്ട് പറയും, ഉമ്മാനെ കാണുമ്പോ, ഉമ്മ മകനെ കാണുമ്പോൾ മാതൃത്വത്തിന്റെ സ്നേഹത്തിൽ അണച്ചു പിടിക്കാൻ മഷറാം. പൊന്നെ, നിനക്ക് സുഖമാണോ? അതെ ഉമ്മ. രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ഭയവിഹ്വലനായ അങ്ങയുടെ ഉമ്മയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഉമ്മ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചൊല്ലിക്കൂട്ടിയ ദിക്റുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സുബ്ഹാനല്ലാഹ് എന്റെ പൊന്നാര ഉമ്മച്ചി എനിക്ക് തന്നു കഴിഞ്ഞാൽ, ഉമ്മ ചൊല്ലിക്കൂട്ടിയതായ സ്വലാത്തുകളിൽ നിന്നും ഒരു സ്വലാത്തിന്റെ കണം, ഒരു കഷ്ണം എനിക്ക് തന്നാൽ എന്റെ മീസാന്റെ ഭാരം കൂട്ടാൻ കഴിയും. ഉമ്മ തരുമോ എന്ന് യാചിക്കുന്നു പൊന്നുമോ.
ഉമ്മ പറയും, എന്റെ കാര്യം തന്നെ ബേജാറില്ല, എന്നെ കൊണ്ട് പറ്റൂല മോനെ. ആ ഉമ്മയിൽ കാണാത്തത്, ഉപ്പയിൽ കാണാത്തത് ആയത്തിന്റെ ക്രോഡീകരണം തന്നെ. ദുനിയാവിലെ അടുപ്പം കുറഞ്ഞാളെടുക്കൽ ആദ്യം പ്രതീക്ഷയാ അതിനുശേഷം കിട്ടുമെന്ന്. പിന്നെ ചെന്ന് അവസാനം സഹോദരൻ കഴിഞ്ഞു, ഉമ്മ കഴിഞ്ഞു, ഉപ്പ കഴിഞ്ഞു, ഭാര്യയുടെ മുന്നിൽ ചെന്നു. ഭാര്യ അയാളുടെ കാര്യങ്ങളെല്ലാം പുകഴ്ത്തി പറഞ്ഞ് അയാളെ കുറിച്ച് നല്ല ഭർത്താവ് എന്ന അംഗീകാരമൊക്കെ കൊടുത്തിട്ട് അമല് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞ് കൈമലർത്തി, ഇനിയുള്ളത് എന്റെ പൊന്നുമക്കള് കൈവിടൂല. ആയത്തിന്റെ ക്രോഡീകരണത്തിൽ, ക്രമീകരണത്തിൽ അവസാനം മക്കളെയാ പറഞ്ഞത്. അപ്പൊ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. ആരും പറയാത്തോടത്ത് അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ഉപ്പയുമായോരേ പോരാമവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ. സയ്യിദി ഖൈറൻ നബി അല്ലാഹ് ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ എല്ലാരും കൈയൊഴിയുന്നോടത്ത് കൈയൊഴിയാത്ത ഒരു ഉത്തരവാദിത്തം അവിടെ ഉണ്ട്. അതൊരു വാപ്പയ, അതൊരു ഒന്നൊന്നര വാപ്പയ. ആ വാപ്പ ആദം നബിയുടെയും വാപ്പ, ആ വാപ്പ ഇബ്രാഹിം നബിയുടെ വാപ്പ. സർവ സൃഷ്ടികൾക്കും പിതൃത്വം എന്ന നിലയിൽ അവകാശപ്പെടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിന്റെ പിതാവാ. വനഫഖതു ഫീഹി മിർ റൂഹി, എന്റെ റൂഹിൽ നിന്നുമാണ് അങ്ങേക്ക്. തബ്ഈദിന്റെ മഅന അമിൻ, എന്റെ റൂഹിന്റെ അല്പ ആദം നബിയിലുള്ളത്. എന്റെ റൂഹ, എന്റെ റൂഹാരാ, എന്റെ റൂഹ് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബിയുടെ അംശമാദൻ നബി. അപ്പൊ ചോദിക്കാം, ആദൻ നബിക്ക് മുമ്പുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മങ്കൂസ് മൗലൂദിൽ പറഞ്ഞു, കുന്തുനൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബല യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി അം യുസബ്ബിഹുല്ലാഹു ദാലിക്കൻ നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. മൗലൂദ് കഴിക്കായിരിക്കും ആലുവപാത്രത്തിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഇതിങ്ങനെ കെട്ടണ്ട. എന്തായാലും പറഞ്ഞത്, ലോകത്തുള്ളോടത്തോളം മുജാഹിദ് സഹോദരന്മാർ മുഴുവനും ഇത് വെച്ചിങ്ങനെ കളിയാക്കല. റവാ കഅബുൽ അഹ്ബാർ, അങ്ങനെ ഒരു സഹാബി ഇല്ലെന്നാ പറയുന്നത്, അങ്ങനെ ഒരാളില്ലെന്നാ. വല്ല കിതാബ് ഓതിയിട്ടാണ് പറയുന്നത്. കഅബുൽ അഹ്ബാർ റിവായത്ത് ചെയ്തിട്ടില്ല എന്ന് പറയാ. കഅബുൽ അഹ്ബാർ എന്ന് പറയാൻ തന്നെ കിട്ടില്ല. ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക്, അദ്ദേഹത്തിന്റെ റിവായത്ത് ഉണ്ടോ? മഹാനായ കഅബുൽ അഹ്ബാർ അദ്ദേഹത്തിന്റെ റിവായത്ത് കൊണ്ടുവരാൻ കാരണമുണ്ട്. അദ്ദേഹം ജൂത ക്രൈസ്തവ പ്രമാണങ്ങളിൽ ആ കാലഘട്ടത്തിൽ അപാര അവഗാഹമുള്ള രണ്ട് സ്വഹാബികളെ, ഒന്ന് കഅബുൽ അഹ്ബാറും ഒന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാമും റളിയല്ലാഹു അൻഹുമാ. കഅബുൽ അഹ്ബാർ പറഞ്ഞത്, ആ ഹദീസിലുള്ളത് 2000 കൊല്ലം മുന്നേ, ആദം നബിയെ പടയ്ക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ ഞാൻ പ്രകാശ. 2000 മുന്നേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2000 അല്ല, അതിന് മുന്നേ എത്രയോ ആവാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ഇമാം തസ്തരിയുടെ തഫ്സീറിൽ കാണാം, കുന്തു നബിയൻ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, ഞാൻ നബിയായിരുന്നു. ഖബല യഖ്ലുഖ ആദമ ബി 14,000 ആദം നബിയെ പടയ്ക്കുന്നതിന്റെ 14,000 കൊല്ലം മുന്നേ ഞാൻ നബിയാ, നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പ്രകാശരൂപത്തിലെന്ന് ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തഫ്സീറുൽ കബീർ ഇമാം റാസി രേഖപ്പെടുത്തുന്നു, കുന്തു നബിയൻ വ ആദമു ബൈന തുറാബി വൽ മാ. ആദം നബി സൃഷ്ടിക്കപ്പെടേണ്ട, ചെളിയും വെള്ളവും ചേരേണ്ടതിന്റെ എത്രയോ മുന്നേ ഞാൻ നബിയാ, നബി മുഹമ്മദ് മുസ്തഫ. ആദം നബിയെ പടയ്ക്കുന്നതിന് മുന്നേ ഞാൻ നബിയാ.
സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു ഇബ്ലീസ്. ഫസീറുകൾ പറയുന്നുണ്ട് ആ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ അവഗണിച്ചതാണെന്ന. അപ്പൊ മുഹമ്മദ് നബി എവിടെയാ? ഫീ ജബ്ഹത്തി ആദം. ആദം നബിയുടെ നെറ്റിത്തടത്തിൽ അന്ന് ഞാൻ പ്രകാശരൂപത്തിലുണ്ട്. അതിനെ ആദരിക്കാത്തതിന്റെ പേരിലാണ് എന്ന് പറയപ്പെടുന്ന തഫ്സീർ ഞാൻ കാണിച്ചു തരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രകാശമല്ലേ എപ്പോഴും? ഒരു പോസിറ്റീവ് കൊടുക്കാൻ പ്രകാശമല്ലേ എവിടെയും പ്രകാശം. അല്ലാഹുവിന്റെ ഹബീബ് പ്രകാശം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എവിടെയും പ്രകാശം എന്നാ പറഞ്ഞത്. എങ്ങനെയാ? മദീനയിലേക്ക് ചെന്നപ്പോ അവര് പറഞ്ഞത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇയാ നബി അലൈക്കും ത്വലഅൽ ബദ്റു അലൈനാ. ഞങ്ങളിലേക്ക് പരിപൂർണ അമ്പിളി ഇതാ പ്രശോഭിച്ചു നിൽക്കുന്നു. പ്രകാശമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തിന്റെ വെളിച്ചം. ആയിഷ ബീവി ഒരു പരാപര വെളിച്ചത്തിൽ നിന്ന് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ സൂചി താഴെ വീണു. മുത്തു നബിയെ ഒന്നിങ്ങ് നോക്കിയേ, ഞാൻ ആ സൂചി എടുക്കട്ടെ. ആ പ്രകാശം അങ്ങുള്ള വീട്ടിൽ എന്തിനാ നബിയെ ഒരു വിളക്ക്? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ ഇല സുറുജി. അങ്ങുള്ള വീട്ടിൽ പിന്നെ വെളിച്ചം വേണ്ട നബിയെ, വിളക്ക് വേണ്ട, അങ്ങ് വിളക്കാണ്, അങ്ങ് പ്രകാശമാ. അള്ളാന്റെ ഹബീബിന്റെ ഒരു വലിയ പ്രത്യേകത പറയട്ടെ. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. ശംസിൽ നിഴലില്ല, വെയിലടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന് നിഴലില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചോദിക്കട്ടെ, നിഴലില്ലാത്തതാർക്കാ? ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു സ്പോട്ട് ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് തെളിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നിഴലുണ്ട്. സഹൽഫീസിന്റെ കൈക്ക് നിഴലുണ്ട്, മുഖത്തിന് നിഴലുണ്ട്, എല്ലാം നിഴലാ നിഴലാ. നിഴലില്ലാത്തതാർക്കാ? സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന് അല്ലെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റിന് സ്വയം പ്രകാശിക്കുന്നതിനാ നിഴലില്ലാത്തത്, അല്ലേ? സ്വയം പ്രകാശിക്കുന്ന ഒരു ബൾബിന് നിഴലില്ല. ആ പ്രകാശം സ്വയം അതിൽ നിന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതിനൊരിക്കലും നിഴലില്ല. അങ്ങ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങ് നജ്മല്ലേ നബിയേ മുഹമ്മദ് മുസ്തഫ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നൂറ് വന്നിട്ടുണ്ട്, കിതാബുൻ ഖുർആനും വന്നിട്ടുണ്ട്. ഖുർആനിൽ നൂറ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് തങ്ങൾ കൊടുക്കുക. ഖുർആനിൽ നൂറ് വന്നത് ഖുർആനെ കുറിച്ചാണ് നൂറ് എന്ന് പറയാം. പക്ഷെ ഈ ആയത്തില് നൂറ് പറഞ്ഞിട്ട് പിന്നെ കിതാബ് പറഞ്ഞപ്പോ ഈ നൂറാരാ? ആ നൂറ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന് വോൾട്ടേജ് കുറയരുത് കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ നിങ്ങൾക്ക് വന്ന നൂറ് നൂറ് മുഹമ്മദ് മുസ്തഫ. എവിടെയും പ്രകാശം, അതിങ്ങനെ സഞ്ചരിക്കുന്ന, നശിക്കാത്ത, ഒരിക്കലും മങ്ങാത്ത ശോഭയായിരുന്നു ആ മുഖം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ
അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിയേ അങ്ങ് ഷാഹിദാ ഷാഹിദാ. അള്ളാന്റെ ഹബീബിനെ പറഞ്ഞത് ഷാഹിദ് എന്നാണ്. എല്ലാം കണ്ടുവന്ന് പറഞ്ഞു, എല്ലാം കണ്ടു, കാണാത്തതൊന്നുമില്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്വർഗം കണ്ടു. അവിടെ അതിന്റെ മുറ്റത്ത് മനോഹരമായി ചുവട് വെക്കുന്ന റുമൈസ എന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടു. ചോദിച്ചു, മോളെ നീ ആരാ? അവള് പറഞ്ഞു, ഇംറഅത്ത് അബീ തൽഹ. വസമിഅതു ഹശ്ഫതൻ ഫഖുൽതു മൻ ഹാദാ ഫഖാല ജിബ്രീൽ ഹാദാ ബിലാൽ. സ്വർഗത്തിന്റെ അകത്ത് ഞാൻ ഒരു ചുവട് വെപ്പ് കാൽപെരുമാറ്റം കേട്ടു. ആരാണ് എന്റെ മുന്നിൽ ആ കാൽപെരുമാറ്റത്തിന്റെ താളമിടുന്നത്? നബിയെ, അത് ജിബ്രീൽ പറയുകയാണത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ്. എല്ലാം കണ്ടുവന്ന നബിയാ ജിബ്രീലിനെ കണ്ടു. മറ്റുള്ളവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല. കാണേണ്ട പോലെ കണ്ടയാൾക്ക് ഖുർആൻ പറഞ്ഞ പേരാണ് ഷാഹിദ്. കാണേണ്ട പോലെ കണ്ടാളെ നബി മുഹമ്മദ് മുസ്തഫ. എണ്ടുള്ള റൂഫത്തിൽ പാർത്തു താഹ വെളിപ്പെട്ടു എന്നും സിദ്റത്തുൽ മുന്തഹായിങ്ങൾ ബൈത്തിട്ട് കണ്ടു. അഫ്ളദു അജ്നഹവർ നൂറുണ്ട്, കഫനേള് ഭൂവിയും റൈഫാൻ ഫോതുമതിലുണ്ട്. പിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻരാവിലും നണ്ടായി നബി പട്ടം കിട്ടപ്പെട്ട ആണ്ടിൽ ആദിയെ നല്ലവർ അതീഖ് മുൻകൊണ്ട ഈമാൻ ഫുദുഖിയേ. മൊയ്ൻകുട്ടി വൈദ്യരുടെ ഹിജറ എന്ന കവിതാ സമാഹാരത്തിൽ ജിബ്രീലിനെ കണ്ടു. വലഖദ് റആഹു നസ്ലതൻ ഉഖറാ. കാണേണ്ട പോലെ കണ്ടതിൽ മുത്ത് നബിയോളം ആരുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങ് ഷാഹിദാണ്, മുബശ്ശിറാണ്. സ്വർഗം കൊണ്ട് സന്തോഷം പറയാൻ വന്ന നബിയാ. അങ്ങ് നരകത്തിന്റെ താക്കീതുകാരനാ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടെ അങ്ങ് ദാഇയാണ്. ഓരോന്നെടുത്ത് 10 ദിവസം വഴുതു പറയാനുണ്ട്. ഇതിനുള്ള ദാഇയാണ് മുഹമ്മദ് നബി. ആ ഇതിനുള്ള ഇതിൻ അള്ളാന്റെ അനുവാദം, ആ ഇതിനുള്ള ദഅവത്ത് അൽ ഉലമാ വറസത്തുൽ അംബിയാ. അൽ ഉലമാ ആണ്. അതിൽപ്പെട്ട അൽ ഉലമായിൽപ്പെട്ട ഒരാളുടെ പേരിലാണ് ഈ സദസ്സുള്ളത്. ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. മഹാനായ അന്തുറുപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹു. ഞാൻ ചെറുതായിരുന്നു, ഇതിലൊക്കെ ചെറുതായിരുന്നു. ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ട്. 12 വയസ്സോ ഒക്കെ ഉള്ളപ്പോൾ. 2000-ലല്ലേ മഹാനവറുകൾ വഫാത്താവണേ അല്ലേ? 2000. അതിൻ്റെയൊക്കെ ഏതാണ്ട് കുറച്ച് മുമ്പ് എനിക്കൊന്ന് തൊടാൻ പറ്റിയിട്ടുണ്ട്. ഇതിനുള്ള ദാഴിയായിരുന്നു, അല്ലാതെ റോഡ പോണല്ല തലയെക്കെട്ടുകാർ ഇതിനുള്ള ദാഴിയല്ല. അങ്ങനൊക്കെ ആരെങ്കിലൊക്കെ നന്നാവാണെങ്കിൽ അവരൊന്ന് നോക്കിയാൽ മതി, ആ നോട്ടത്തിൽ നന്നാവും. CM വലിയുള്ളാഹി കിതാബ് ഓതാൻ വന്നു മാടവനായ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത്. ആലുവായ അബൂബക്കർ മുസ്ലിയാർ മുടിക്കല് ഞങ്ങളുടെ നാട്ടിലാണ്. ചരിത്രം പറയുന്നത് കാലത്ത് മുതൽ ഉച്ചവരെയുള്ള ഓതുന്ന കിതാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നാ മതി. നോട്ടം കൽബില. കുപ്പിക്കകത്തുള്ളേ വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽബകം എന്നോവർ. ആ ഇതിനോടുകൂടിയ നോട്ടം അത് മതിയായിരുന്നു. ശരബാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ വന്ന സ്വഹാബത്തിന്റെ വാചാലതക്ക് ആ നോട്ടം മതിയായിരുന്നു. ഇതിനുണ്ടായിരുന്നു. ഇതിനുള്ള ദാഴിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ മദ്ഹ ഖുർആൻ എങ്ങനെ പറയുന്നത്? ഇത് പറഞ്ഞിട്ട് പിന്നെ പറയാവേ സിറാജ, അങ്ങ് ദീപമാണ് നബിയെ, അങ്ങ് വെളിച്ചമുള്ള വിളക്കാണ് നബിയെ. പിന്നെ പറഞ്ഞു വെളിച്ചം ഉള്ള വിളക്ക് പരിസരത്താ പരിമിത, പക്ഷെ മുനീറ അങ്ങ് വെളിച്ചത്തെ എത്തിക്കുന്ന നബിയാ, അങ്ങ് വെളിച്ചത്തെ എത്തിക്ക. അപ്പൊ പ്രകാശവുമാണ്, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാ മുഹമ്മദ് മുസ്തഫ. ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചു. ആ പ്രകാശത്തിന്റെ സഞ്ചാരം ഇനിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഖിയാമത്ത് നാൾ വരെ.
ഈ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തെ ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. അന്ന് ആ ഉള്ളി അരിഞ്ഞപ്പോ മുറിവേറ്റതായ കൈത്തണ്ടിൽ പിന്നീട് വന്ന കറപുരണ്ട് കൊണ്ട് വികൃതമായി മൈലാഞ്ചിയുടെ ചോപ്പ് നിലനിൽക്കാതെ പോയ തഴമ്പുള്ള മുറ്റമടിച്ച ചൂലിന്റെ തഴമ്പുള്ള ആ ഉമ്മാന്റെ കൈകൊണ്ട് താളമിട്ടപ്പോഴും അന്ന് പാടിയത് ഈ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തെ ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ അവരുടെ നാവിനത് കഴിഞ്ഞു. അങ്ങനല്ലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ താരാട്ട് പാടിയപ്പോൾ അന്ന് പാടിയിരുന്നു നൂറു മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതൊരു വല്ലാത്ത പ്രകാശമാ. ഈ പ്രകാശം ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നു. ഇബ്രാഹിം നബി വലിയ മഹാനാണ് അലൈഹിസ്സലാം. പക്ഷേ പ്രബോധനം ഒരു കാലഘട്ടത്തിൽ ചരിത്രമായി അവശേഷിച്ചു. അതൊരു പ്രബോധിത മേഖലയെ കൃത്യമായി കണക്കാക്കാൻ കഴിയുന്നു. മുഹമ്മദ് നബി അങ്ങനെയല്ല. അല്ലാഹു റബ്ബായതെവിടെയൊക്കെയോ അവിടെയൊക്കെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. അമേരിക്കക്കാരന്, ഇറ്റലിക്കാരന്, ജർമ്മനിക്കാരന്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയുടെ ഉള്ളറയ്ക്ക് മാത്രമല്ല, ആകാശത്തിന്റെ വർണ്ണശബളമായ സീമകൾക്കകത്തളത്തിൽ മാത്രമല്ല, സിദ്റത്തുൽ മുന്തഹയ്ക്ക് അപ്പുറത്ത് ജിബ്രീൽ കാണാത്ത ലോകത്തും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃത്വമാണ്, പ്രവാചകത്വമാണ്, എല്ലാമാണ്. ഖാലിഖായ തമ്പുരാനിൽ നിന്നും അവന്റെ മഖ്ലൂഖിലേക്ക് വരാനുള്ള മീമെന്ന പാലത്തിന്റെ ഉടമസ്ഥനാണ് നബി മുഹമ്മദ് മുസ്തഫ. 3 മീമുകൾ ആ പേരിൽ മുഹമ്മദ്. എത്ര മീമുണ്ട്? 2 മീമ ശബ്ദ മുഹമ്മദ്. ഒന്ന് ആലമുൽ അർവാഹിലേക്ക്, ഒന്ന് ദുനിയാവിലേക്ക്. ദുനിയാവിനോട് ചേർന്ന് നിൽക്കാം. ദുനിയാവ് നശ്വര പെട്ടെന്ന് അവസാനിക്കും. ശബ്ദോട് കൂടെ കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തു. ആഖിറത്തിലേക്ക് വേഗം പോകാനുള്ള ചെരുപ്പിന്റെ വാറ് തൊലിയോട്, കാലിന്റെ തൊലിയോട് ഒട്ടി നിൽക്കുന്ന പോലെ ഒട്ടിച്ചങ്ങ് കൊടുത്തു. മരണത്തെ അങ്ങനെയാ പറഞ്ഞത്. അവ്വൽ ബൈത്ത്, ആഖിറത്തിന്റെ അവ്വൽ ബൈത്ത് ഖബറ. അത് നമ്മുടെ ചെരുപ്പിന്റെ വാറ് തൊലിയോട് ഒട്ടി നിൽക്കുന്ന പോലെ ഒട്ടിച്ചു പറഞ്ഞു. ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും മീമിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പേരിന്റെ അകത്തുണ്ട് അവിടുത്തെ നിയോഗത്തിന്റെ എല്ലാം. അത് ആരറിഞ്ഞു? അത് അറിയണമെങ്കിൽ അതൊരു അറിവ് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുഭവമാണ്. അത് പറയാൻ തീരില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബൂസൂരി ഒക്കെ പറഞ്ഞത് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയില്ല. വായ കൊണ്ട് പറയാൻ പറ്റൂല നബിയേ. മൗലായ സല്ലി വസല്ലം അഅ്യൽ വറാ ഫഹും മഅനഹു വസൂറതുഹു. ഇമാം ബുസൂരി പാടിയതാ, സർവ സൃഷ്ടികളും അവിടുത്തെ മഅനയും സൂറത്തും എന്താണെന്ന് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അഅ്യ കുഴപ്പിച്ചു കളയും. അത്രയും വലിയ ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ. എന്നിട്ടാണ് അവൻ പറഞ്ഞത് സാധാരണക്കാരനാ. മരുന്ന് വേറെയാ, അതിന് മരുന്ന് വേറെയാ. അവനോട് തർക്കമല്ല. ഭ്രാന്തന്മാരോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ശംസുൽ ഉലമ ഒരു കഥ പറയുമായിരുന്നു. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ശേഷം ഒരു വെറൈറ്റി ആയിരുന്നു. അദ്ദേഹം ഭ്രാന്താശുപത്രി സന്ദർശിക്കാൻ ചെന്നു. അവിടുത്തെ അന്തേവാസികളോട് സന്തോഷം പങ്കിട്ടു. ആരാന്ന് ചോദിച്ചു. അല്പം ഭ്രാന്ത് കുറവുള്ള ആള് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആന്ന് പറഞ്ഞു. അപ്പൊ ആള് ചിരിച്ചു. നെഹ്റു തന്നെ സത്യമായിട്ടും കുഴപ്പമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് 2 ആഴ്ചത്തെ മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞ അവിടെ വന്നത്. എനിക്ക് 1 മാസത്തെ കഴിക്കേണ്ടതെന്ന് അമേരിക്കയുടേതായതുകൊണ്ട് മാറിക്കോളെന്ന് പറഞ്ഞു. ആ ജാതി ഭ്രാന്തിനോട് മറുപടിയില്ല. സാധാരണക്കാരനാണ് അങ്ങനെ പറയാൻ കഴിയും. എവിടെയാ സാധാരണക്കാരൻ എന്ന് പറയാനുള്ള ആ നാവിന്റെ വഴക്കം? ഇബ്ലീസിനല്ലാതെ അത് വഴക്കി കൊടുക്കാൻ കഴിയില്ല. സാധാരണ നബി പോലുമല്ല, പിന്നെയാണ് സാധാരണക്കാരൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അലി റളിയല്ലാഹു അൻഹു ചെറിയ ആളൊന്നല്ല. ഇൽമിനെ സങ്കല്പിച്ചാൽ അതൊരു പട്ടണ, എന്നാൽ ആ പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രധാന കവാടം എന്റെ അലി എന്ന് മുഹമ്മദ് മുസ്തഫ. അത്രയും ഇൽമുണ്ട്. ഞാൻ ഇൽമിന്റെ പട്ടണമാ, ആ പട്ടണത്തിന്റെ കവാടം അലിയാണ്. എന്നോട് അത്രയും ചേർന്ന് നിൽക്കുന്ന എന്റെ കവാടത്തിന് പോലും ആ പട്ടണത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ടില്ല. ആ കവാടം പറഞ്ഞു ആ പട്ടണത്തെ കുറിച്ച്. ഞങ്ങളാരും ഈ നബിയെ അറിഞ്ഞിട്ടില്ല. ഉറയിൽ കിടക്കുന്ന വാളിനെ പോലെ അല്ലാതെ മാ നഅരിഫു മുഹമ്മദാ ഇല്ലാ കസ്സൈഫിൽ മുതഗമ്മദി. ഒരു പൊതിഞ്ഞു വെക്കപ്പെട്ടതായ ഉറയിൽ കിടക്കുന്ന ഒരു വാളിനെ പോലെ അല്ലാതെ ഞങ്ങൾ മുഹമ്മദ് നബിയെ അറിഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഖുർആൻ മനനം ചെയ്യാൻ കഴിയുമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു രാവ് കൊണ്ട് മുഴുവനും സമയമെടുത്തിട്ട് ആ 100 മസ്അലക്ക് മനനം ചെയ്യാൻ ഇമാം ഷാഫിഈക്ക് കഴിഞ്ഞത്. ഒരു രാവ് മുഴുവൻ ഹയാത്താക്കിയിട്ട് ഖുർആനിനെ മനനം ചെയ്ത് 100 മസ്അല കണ്ടെത്തിയത്. ഒരു കാലെടുത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന്റെ ഉള്ളിലുള്ള ടൈം കൊണ്ട് ഖുർആൻ ഫാത്തിഹ മുതൽ അന്നാസ് വരെ മനനം ചെയ്ത് ഖത്ം തീർക്കാൻ കഴിവുള്ള ആളാണ് സയ്യിദുന അലി. വെറുതെ അല്ല, വിജ്ഞാനത്തിന്റെ പട്ടണത്തിന്റെ കവാടം എന്ന് മുത്തുനബി പറഞ്ഞു. അത്രയും വേഗത്തിൽ ഖുർആൻ മനസ്സുകൊണ്ട് ഖത്ം തീർത്ത് മനനം ചെയ്യാൻ, ഇജ്തിഹാദ് ചെയ്യാൻ കഴിയുന്ന അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ പട്ടണത്തിന്റെ പ്രധാന കവാടം ഒട്ടി നിന്നിട്ടും പറഞ്ഞു, ഞങ്ങൾ ഇതിനെ കണ്ടത് ഉറയെ കിടക്കുന്ന വാള് പോലെയാണ്. അപ്പൊ ഇനി ഒറയിലെ വാളെന്താ? എന്താ അതിന്റെ നീളം? അത് പുറത്തെടുക്കാതെ അറിയൂല. എന്താ അതിന്റെ വായ്ത്തലയുടെ മൂർച്ച? അറിയൂല. ലോഹത്തിന്റെ ക്വാളിറ്റി അറിയൂല. തിളക്കം അറിയില്ല. പഴക്കം അറിയില്ല. അതിന്റെ തിക്നെസ് അറിയില്ല. അതിന്റെ ഭാരം അറിയില്ല. അതിന്റെ കാലഘട്ടം അറിയില്ല. അതിന്റെ ചരിത്രം അറിയില്ല. ഞങ്ങൾ അറിഞ്ഞ മുഹമ്മദ് നബി ഉറയിൽ കിടക്കുന്ന വാള് പോലെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സാധാരണ നബിയല്ല.